ഇന്ന് ഞാനൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗൺ പൗഡർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് നോക്കിയാലായിട്ട് മനസ്സിലാവും ഇഷ്ടം പോലെ ക്രീപ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്പോണാവും. അതാണ് നമ്മുടെ ഫാം. സോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് നമ്പർ 6 സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ഗൺ പൗഡർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഗൺ പൗഡർ ഫാമിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. 10 മിനിറ്റ് നിന്നാൽ തന്നെ നമ്മുടെ ഒരു ചെസ്റ്റ് ഫുള്ളാവും എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു സിംഗിൾ ചെസ്റ്റ് ഫുള്ളാവും എന്നാണ് പറയുന്നത്. അത്രമാത്രം ഗൺ പൗഡർ തന്നെ മതി നമുക്ക് ഒരു ഷൾക്കർ ബോക്സ് നിറയ്ക്കാനായിട്ട് റോക്കറ്റ് വെച്ചിട്ട്. ആൻഡ് അതാണ് പിന്നെ പിന്നെ നമ്മുടെ ഈ ഒരു ഫാം ഉണ്ടാക്കേണ്ടത് ഒരു കടലിൻ്റെ നടുക്കിലായിരിക്കണം. എന്നാലേ നമ്മുടെ ഫാം ഫുൾ പവറിൽ ലോഡാവുള്ളൂ. ഞാനൊരു കടലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു ചെറിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്ട്. അത് കളക്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. സോ ഗൈസ്, നമ്മളിത് ഇവിടെ ഈ ഒരു 3 ഷൾക്കർ ബോക്സിൻ്റെ അകത്ത് മൊത്തം നമ്മുടെ ഫാം ഉണ്ടാക്കാനായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ടേക്ക് പോവാം. ഫാം ഉണ്ടാക്കുന്നത് ഒരു കടലിൻ്റെ നടുക്കിൽ വേണോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സോ അവിടോട്ടേക്ക് പോവാം. പിന്നെ ഇത് മൊത്തത്തിൽ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കത് ഓരോരോ യൂസിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ നമ്മളൊരു കയ്യിലൊരു ബ്രൗൺ ഷൾക്കർ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെക്കാനാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 സ്റ്റേക്ക് റോക്കറ്റേ ഉള്ളൂ. ഈ ഒരു റോക്കറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോയെന്ന് അറിയില്ല. ആൻഡ് ഈ ഒരു ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ റോക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഗൈസ്, നമുക്ക് പോകേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6 ഭാഗത്തോട്ടൊക്കെയാണ്. ഇതിന്ന് ഞാനിപ്പോൾ എവിടെയോ ആയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എവിടെ അതേ ഇരിക്കുന്നത്. അയ്യോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ സ്കെഫോൾഡിങ് എടുത്തിട്ട് നമുക്ക് 160 162 എന്നറിയില്ല, അത്രയും ബ്ലോക്ക് വൈ ലെവൽ വരെ നമ്മൾ ഈ ഒരു സംഭവം സെറ്റാക്കണം. പിന്നെ നമ്മൾ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ചെസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലെടുത്ത് വയ്ക്കാം. ആൻഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടുക്കിൽ വെച്ചിട്ട് ഇനി ഇതൊന്ന് മുകളിലോട്ടേക്ക് ആക്കട്ടെ. സോ ഗൈസ്, നമ്മളിത് മുകളിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ വയ്ക്കുക. ആൻഡ് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടുണ്ട്. അതൊന്ന് ഉണ്ടാക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു 3 ചെസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആൻഡ് അതിൻ്റെ ബാക്കിൽ നമ്മുടെ ഹോപ്പർ എടുത്തിട്ട് ഹോപ്പർ എടുത്തിട്ട് നമ്മളിത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ചുറ്റിനും നമ്മളിത് ഇങ്ങനെ ബ്ലോക്ക് ഒന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് വെക്കുന്നത് നമ്മുടെ ക്രീപ്പേഴ്സിന് വേണ്ടി നിൽക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അത്രയും വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. സ്ലാബും ഗ്ലാസും വേണം നമുക്ക്. ആൻഡ് ഇനി നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് ജസ്റ്റ് 2 ഇവിടെ വെച്ച് കൊടുക്കുക. ആൻഡ് ഇനി സ്റ്റോൺ വെച്ച് ഇങ്ങനെ മറയ്ക്കുക. അങ്ങനെ തന്നെയാണോ ഗൈസ്? പിന്നെയാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് മൊത്തം പൊട്ടത്തെറ്റെന്ന്. പിന്നെ ഞാൻ ആദ്യം മുതൽ ബിൽഡ് ചെയ്ത് ആകപ്പാടെ സെറ്റാക്കി. നിങ്ങൾ ബാക്കി കണ്ടോ ഗൈസ്? ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് 16 സ്നോ ഗോളത്തിനെ സ്പോണാക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. സോ അവന്മാർ ചാവാതെ നോക്കണം. ഈ ഒരു കൺട്രോളറിന് വരുന്ന പ്രശ്നമാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ മറ്റേ ജോയ്സ്റ്റിക്ക് സംഭവമില്ലേ, കൺട്രോളർ സംഭവം വെച്ചിട്ടാണ് കളിക്കുന്നത്. അത് ബഗ്ഗായിരിക്കും സാധ്യതയിൽ. ലോഞ്ചറുകാർ അത് പെട്ടെന്ന് തന്നെ ഫിക്സ് ആക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തോടേക്ക് 16 സ്നോഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോൺ ബട്ടണും കാര്യങ്ങളൊക്കെ ഇനി വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഒരു ബ്ലോക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് വെക്കുക. ഈ സ്റ്റോൺ ബട്ടൺ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു മൂവ്സും കാര്യങ്ങളൊന്നും സ്പോൺ ആവരുത്. അതാണ് വേണ്ടത്. കാരണം ഇനി ഇവിടെ സ്പോണായിട്ട് അവന്മാരെ സ്നോഗോളത്തിന് അറ്റാക്ക് ചെയ്താൽ എല്ലാം കഴിഞ്ഞില്ലേ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോൾ അത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത്ര തന്നെ ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ എടുത്ത്. എൻ്റെ പൊന്നോ. ഇനി അടുത്തത് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ നിന്ന് ഓരോരോ കോർണേഴ്സിലും നമ്മുടെ ഈ ഒരു സ്ലാബ് വെക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ഒന്ന് ചെയ്യട്ടെ.
ഓക്കെ, അത് ചെയ്തിട്ട് ഇനി 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്ലാബ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതാണ്. സോ എന്തായാലും ഞാൻ കുറച്ച് പ്രോഗ്രസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ നേരത്തിന് ശേഷം നമ്മുടെ ക്രീപ്പർ ഫാമും കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ക്രീപ്പർ ഫാമും കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എത്ര നേരം എടുത്തെന്ന് പറയാം, 5 മണിക്കൂർ എടുത്ത് നമ്മുടെ ഈ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാനായിട്ട്. എൻ്റെ പൊന്നു, ഇത്ര നേരമൊന്നും എടുക്കുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല. ആൻഡ് നമ്മുടെ മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അതിനകത്ത് ക്രീപ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്പോണാവും. ആൻഡ് അത് നേരെ ഇനി ഈ ഒരു ഇവിടെ വന്ന് വീഴും. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രീപ്പേഴ്സ് നേരെ ഈ ഒരു ഹോളിൽ കൂടെ എങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. അതാണ് നമ്മുടെ ഇത് സംഭവം. ഇനി ഇത് ഇവിടെ നിന്ന് ഒരൊറ്റ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പിയും കാര്യങ്ങളൊക്കെ ഇനി ഇതിന്ന് എടുക്കാം. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഇത് എക്സ്പി ഫാമും കൂടിയാണ് ഗൈസ്. അത് ഇനി മെൻറ്റ് ചെയ്യാൻ ഇവിടേക്ക് വന്നാൽ മതി. നമ്മുടെ എക്സ്പി ഫാമും കൂടിയാണിത്. ആൻഡ് ഇതിനകത്തുനിന്ന് ഗൺ പൗഡർ എക്സ്പിയും കിട്ടും. അതാണ് ഞാൻ ഈ ഒരു ഗൺ പൗഡർ ഫാം ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാരണം. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഈ സിമ്പിളായിട്ടുള്ള സാധനം ഉണ്ട് വേറെ. ഞാൻ ഇത് ഇത്തിരി എഫിഷ്യൻറ്റുമാണ്, എക്സ്പിയും കിട്ടും. എന്നാൽ പിന്നെ ഇതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതുണ്ടാക്കിയതാണ് ഗൈസ്. ആൻഡ് ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇത് മാത്രമല്ല പണി, നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ 2 പെറ്റ്സ് ഇല്ല, അതായത് ചിക്കൻസ്, അതിന് നമുക്ക് നെയിം ടാഗും കാര്യങ്ങളൊക്കെ ഇടണം. സോ അതാണ് നമ്മുടെ പരിപാടി. ആൻഡ് ഇതിന് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട്, ആൻഡ് കഴിഞ്ഞ ദിവസം ഒരു ബ്രോ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരാളുടെ പേര് ലാവ, പിന്നെ ഒരാളുടെ പേര് കുസ എന്നാണ്. സോ നമുക്കിനി 2 പേർക്കും പേരിടാം. ആൻഡ് ഇവൻ്റെ പേര് കുസ. ഓക്കെ, കുസ. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആകപ്പാടെ ടെൻഷറായിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇടാത്തത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം ഗൺ പൗഡറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി മുതൽ നീയാണ് ലാവ, ആൻഡ് നീയാണ് നീ കുസ. ഓക്കെ, ഹായ് ബ്രോ, വെൽക്കം ടു അവർ വേൾഡ്. ഈ ഒരു വേൾഡ് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക. ഞാൻ നിന്നെ ഇവിടെ കിട്ടിയതല്ലേ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിന്നെ വിട്ടോളാം. നമുക്ക് മുട്ട തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സേവനം ഇനിയും തുടരുക. നമുക്ക് ഇനി ഇവിടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബാരൽ എന്തെങ്കിലും വെക്കാം. നമ്മുടെ മുട്ട കളക്ഷൻ വെക്കാനായിട്ട് അവിടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്താണ് നമ്മുടെ എഗ്ഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു കുറച്ച് ഒരു ബാരൽ ഉണ്ടാക്കിയാൽ മതി. അത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. ആൻഡ് ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇന്ന് മുതൽ ഈ ബാരൽ ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മുടെ എഗ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കാം. സ്റ്റോൺ അങ്ങോട്ട് പോകും. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സംഭവം എടുത്തു. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള എഗ്ഗും കൂടി എടുക്കാം. ഇതിനകത്ത് ഇനി വേറെ ഇല്ല, അത് നമ്മൾ എടുത്തുണ്ടോ. ആൻഡ് ഇനി നമുക്കത് ഈ ഒരു ഇതിൻ്റെ അകത്തോട്ടേക്ക് ബാക്കി എഗ്ഗും കാര്യങ്ങളൊക്കെ ഇടാം. ആൻഡ് ഭാവിയിൽ അത് മൊത്തം നിറയുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് കുറേ കേക്കും പിന്നെ വാടനയൊക്കെ അത് വെച്ച് കൊല്ലാം. വിതറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊല്ലണം ആ ഒരു മുട്ട വെച്ചിട്ട്. അതാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് മുട്ട. I'm the king when I'm in the rain. Got my G when I'm in the van. Gone pics on a middleman.